ഹാപ്പി ബർത്ത്ഡേ മിസ്റ്റർ ജോസഫ് വിജയ്. തമിഴ്നാട് മുഖ്യമന്ത്രി ശ്രീ ജോസഫ് വിജയിന് പിറന്നാൾ ആശംസകൾ നേർന്നത് ഞാൻ അല്ല, മറിച്ച് ഭാരതത്തിലെ അമേരിക്കൻ സ്ഥാനപതി, അതായത് അംബാസിഡർ മിസ്റ്റർ സെർജിയോ ഗോർ ആണ്. കഴിഞ്ഞ ദിവസം, അതായത് ജൂൺ 22-നായിരുന്നു ശ്രീ ജോസഫ് വിജയിൻ്റെ ബർത്ത്ഡേ. മിസ്റ്റർ ഗോർ ജോസഫിനെ കണ്ടതിനേക്കാൾ ശ്രദ്ധിക്കപ്പെടേണ്ടതായ മറ്റൊരു കാര്യം സംഭവിച്ചത്. അത് ഗോറിൻ്റെ എക്സിലെ പോസ്റ്റാണ്. ജോസഫ് വിജയിന് പിറന്നാൾ ആശംസിക്കുന്നതോടൊപ്പം അയാൾ പറയുന്നത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ സഹകരിച്ച് പ്രവർത്തിക്കും എന്നാണ്. തമിഴ്നാടിനെ ഒരു രാജ്യമായി കാണാൻ അമേരിക്കക്കാർ തുടങ്ങിയത് എന്നു മുതലാണ്? ഈ പോസ്റ്റ് കണ്ടിട്ടല്ലേ തുഗ്ലക്കിന്റെ ചീഫ് എഡിറ്ററായ ശ്രീ ഗുരുമൂർത്തി പ്രതികരിച്ചത്? രണ്ട് രാജ്യങ്ങൾ എന്ന സിദ്ധാന്തം പണ്ട് ഇന്ത്യയുടെ വിഭജന കാലത്ത് ബ്രിട്ടീഷുകാർ മുന്നോട്ട് വെച്ച ആശയമാണ്. അന്ന് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ഉപയോഗിച്ചെങ്കിൽ ഇന്ന് മൂത്ത ചേട്ടൻ അമേരിക്ക പൊളിറ്റിക്കൽ ക്രിസ്ത്യാനിറ്റിയെ ഇന്ത്യയുടെ വിഭജനത്തിന് ഉപയോഗിക്കാൻ കോപ്പ് കൂട്ടുകയാണോ? നാട്ടു നടപ്പനുസരിച്ച് വിദേശ രാജ്യങ്ങളിലെ അംബാസഡർമാർ സംസ്ഥാന നേതാക്കളെ കാണാറില്ല. അതിന് വിപരീതമായാണ് ശ്രീ ഗോർ ജോസഫ് വിജയനെ കണ്ടത്. ആസാമിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അവിടുത്തെ മുഖ്യമന്ത്രി ശ്രീ ഹിമന്ത ബിശ്വ ശർമ്മയെ അദ്ദേഹം കണ്ടിരുന്നു. ഈ രണ്ട് വിസിറ്റുകളുടെയും ഒരു പ്രത്യേകത എന്തെന്നാൽ അല്പസ്വല്പം വിഘടനവാദന പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളാണ് തമിഴ്നാടും ആസാമും. മിസ്റ്റർ സെർജിയോ ഗോർ വളരെ കഴിവുള്ള ഒരു അമേരിക്കൻ അംബാസിഡറാണ്. ഇത് പറയാൻ ഒരു കാരണമുണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇക്കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ ഇന്ത്യക്കും പുറത്തും നടന്ന ചില സംഭവങ്ങൾ കൂടി പരിശോധിക്കുന്നത് നന്നായിരിക്കും. ഞാൻ 4 സംഭവങ്ങൾ പറയാം. അത് പറയുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു വരുന്ന കാര്യങ്ങളുടെ ഗുട്ടൻസ് നിങ്ങൾക്ക് പിടികിട്ടും. ഒന്നാമത്തെ സംഭവം, സ്ഥലം കൽക്കട്ട. സംഭവം നടന്നത് കഴിഞ്ഞ മെയ് മാസം 22-ന്. മിഷണറീസ് ഓഫ് ചാരിറ്റി എന്നത് മദർ തെരേസ സ്ഥാപിച്ച സ്ഥാപനമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതിൻ്റെ ആസ്ഥാനം കൽക്കട്ടയാണ്. അവിടെ നിന്ന് 2 കന്യാസ്ത്രീകൾ മുൻ മുഖ്യമന്ത്രിയായിരുന്ന മമതാ ബാനർജിയെ കണ്ട് ചർച്ച നടത്തി. മമതയ്ക്ക് എന്തോ രഹസ്യം ഇവരെ അറിയിക്കാനുണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. മമത ഇപ്പോൾ ഭരണവും പാർട്ടിയും ഒക്കെ കയ്യിൽ നിന്ന് പോയി ആകെ വിഷമിച്ച് ഇരിക്കുന്ന ഒരു അവസ്ഥയിലാണല്ലോ. രണ്ടാമത്തെ സംഭവം നടക്കുന്നത് അതിൻ്റെ തൊട്ട് അടുത്ത ദിവസമാണ്, അതായത് മെയ് 23-ന്. അന്ന് ഇന്ത്യ സന്ദർശനത്തിനായി അമേരിക്കൻ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്, അതായത് അമേരിക്കയിലെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ മിസ്റ്റർ മാർക്കോ റൂബിയോ കൽക്കട്ടയിലെത്തുന്നു. നേരെ മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിലാണ് അദ്ദേഹം പോയത്. തലേ ദിവസം മമതാ ബാനർജിയെ കണ്ട കന്യാസ്ത്രീകളുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തുന്നു. അതിനുശേഷം ഡൽഹിയിലേക്ക് മടങ്ങുന്നു. കൽക്കട്ടയിൽ പോയി കറങ്ങി വന്നതുകൊണ്ടായിരിക്കണം കേന്ദ്ര സർക്കാർ വലിയ സ്വീകരണവും നൽകിയില്ല. കേന്ദ്രമന്ത്രിമാരോ സഹമന്ത്രിമാരോ ആരും തന്നെ മാർക്കോ റൂബിയോ സ്വീകരിക്കാൻ ഡൽഹി എയർപോർട്ടിലേക്ക് പോയില്ല. പകരം വിദേശ മന്ത്രാലയത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ് പോയത്. ഡൽഹിയിലെ മീറ്റിംഗ് കഴിഞ്ഞ് മാർക്കോ റൂബിയോ രാജസ്ഥാന്റെ തലസ്ഥാനമായ ജയ്പൂരിൽ പോയിരുന്നു നാട് കാണാൻ. അവിടെ അയാളെ സ്വീകരിക്കാനും യാത്ര അയക്കാനും ഉണ്ടായിരുന്നത് സംഘനീർ പോലീസ് സ്റ്റേഷനിലെ ഒരു സബ് ഇൻസ്പെക്ടറും ഒരു പോലീസുകാരനും മാത്രമാണ്. ജയ്പൂർ എയർപോർട്ട് നിൽക്കുന്നത് സംഘനീർ എന്ന സ്ഥലത്താണ്, നമ്മുടെ ശംഖുമുഖം പോലെ. ഇനി മൂന്നാമത്തെ സംഭവം, ജൂൺ 17-ന് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ശ്രീ ഡൊണാൾഡ് ട്രംപുമായി ഫ്രാൻസിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇന്ത്യൻ അമേരിക്കൻ പ്രശ്നങ്ങളാണ് അവിടെ സംസാരിച്ച വിഷയങ്ങൾ. അമേരിക്കൻ അംബാസിഡറായ മിസ്റ്റർ സെർജിയോ ഗോറും ഈ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. മീറ്റിംഗ് കഴിഞ്ഞ് മിനിറ്റുകൾക്കകം സെർജിയോ ഗോർ ഡൽഹിയിലേക്ക് വണ്ടി കയറി. നാലാമത്തെ സംഭവം നടന്നത് അതിന് തൊട്ടടുത്ത ദിവസമായ ജൂൺ 18-ാം തീയതിയാണ്. ഡൽഹിയിലെത്തിയ സെർജിയോ ഗോർ നേരെ പോയി അമിത്ഷായെ കാണുന്നു. ഫ്രാൻസിൽ നിന്ന് തിരക്കിട്ട് ഡൽഹിയിലെത്തി ശ്രീ അമിത്ഷായോട് സംസാരിക്കണമെങ്കിൽ ഫ്രാൻസിലെ മോദി ട്രംപ് മീറ്റിംഗിൽ എന്തോ സംഭവിച്ചു എന്നത് ഏത് സാധാരണക്കാരൻ ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത് എന്ത് എന്ന് നോക്കാം. പക്ഷേ ചിത്രം കൂടുതൽ കൃത്യമായി വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ ഒരു കാര്യം കൂടി അറിയണം. ഇക്കഴിഞ്ഞ ജൂൺ 11-ന് EDയുടെ നിർദ്ദേശപ്രകാരം ബാംഗ്ലൂരിൽ നിന്നും ചിലരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അമേരിക്കൻ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് 93 കോടി രൂപ വിവിധ ബാങ്കുകളുടെ ATMകളിൽ നിന്ന് പിൻവലിച്ചു എന്നാണ് കേസ്. അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ദ തിമോത്തി ഇനിഷ്യേറ്റീവ് അഥവാ TTI എന്ന ക്രിസ്ത്യൻ മതപരിവർത്തന സംഘടനയാണ് ഇതിന്റെ പിന്നിലെന്നാണ് EDയുടെ കണ്ടെത്തൽ. TTI ഒരു NGO ആണ്. അതിൻ്റെ ഇന്ത്യൻ ആസ്ഥാനം പ്രവർത്തിക്കുന്നതും ബാംഗ്ലൂരാണ്. ഇന്ത്യൻ ബാങ്കുകളിൽ നിന്നും വിദേശ ബാങ്കുകളുടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് പണം പിൻവലിക്കുന്നത് ബാങ്ക് നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ബാങ്കുകൾക്ക് ഇത് പിടിക്കാൻ പറ്റാതെ പോയത്. അതായത് ഓരോ കാർഡിൽ നിന്നും നിയമാനുസൃതം അനുവദിച്ചുള്ള തുക മാത്രമേ പിൻവലിക്കുകയുള്ളൂ. പക്ഷേ
ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്നും ബാംഗ്ലൂർ താമസക്കാരനായ ഒരാളെ 24 ക്രെഡിറ്റ് കാർഡുകളുമായി ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ പിടികൂടുമ്പോഴാണ് കള്ളി വെളിച്ചത്തായത്. ഈ തുക പ്രധാനമായും ഉപയോഗിച്ചിട്ടുള്ളത് കർണാടക, ആസാം, ഛത്തീസ്ഗഡ് എന്നീ സ്റ്റേറ്റുകൾക്കാണ്. ഛത്തീസ്ഗഡിലെ മാവോയിസ്റ്റുകളുടെ പ്രധാന വരുമാന സ്രോതസ് ഇവരായിരുന്നു എന്നാണ് ഇപ്പോൾ ED കണ്ടെത്തിയിരിക്കുന്നത്. തിമോത്തി ഇനിഷ്യേറ്റീവ് ഭാരതത്തിൽ നടത്തി എന്ന് അന്വേഷണ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വിശദമായി സംസാരിക്കാം. മാർക്കോ റൂബിയോയുടെ കൽക്കട്ട സന്ദർശനവും സെർഗിയോ ഗോറിന് ശ്രീ അമിത്ഷായുമുള്ള കൂടിക്കാഴ്ചയും തമ്മിലുള്ളൊരു ബന്ധം മനസ്സിലാക്കണമെങ്കിൽ അമേരിക്കൻ രാഷ്ട്രീയത്തെക്കുറിച്ചും ഒരല്പം അറിവുണ്ടായിരിക്കണം. അമേരിക്കയിൽ പ്രധാനമായും 2 രാഷ്ട്രീയ പാർട്ടികളാണുള്ളത്, ഡെമോക്രാറ്റ്സും റിപ്പബ്ലിക്കും. രണ്ടും ക്രിസ്തീയ മേൽക്കോയ്മയുള്ള പാർട്ടികൾ. അമേരിക്കൻ ഡീപ് സ്റ്റേറ്റും അന്താരാഷ്ട്ര ഇന്റലിജൻസ് ഏജൻസിയായ CIA പ്രവർത്തിക്കുന്നത് 2 പാർട്ടിയുടെയും തലപ്പത്തുള്ളവർ വലിയ ബിസിനസ്സുകാരാണ്. അവരുടെ താല്പര്യ സംരക്ഷണമാണ് ജോർജ് സോറോസ് എന്ന ഫിലാന്ത്രോഫിസ്റ്റും CIA പോലുള്ള ഓർഗനൈസേഷനുകളും ചെയ്യുന്നത്. CIAയുടെ പ്രവർത്തനങ്ങൾ 3 ലോക രാജ്യങ്ങളിൽ ശക്തി പ്രാപിച്ചു നിൽക്കുന്നതിൻ്റെ ഒരു പ്രധാന ഘടകം തന്നെ ക്രിസ്തീയ മതപരിവർത്തനമാണ്. അവർ പ്രവർത്തിക്കുന്ന രാജ്യങ്ങൾ അവർ ഒരു പ്രത്യേക ലോബിയെ തന്നെ സൃഷ്ടിച്ചെടുക്കുകയാണ്. അതിനുള്ള ധനസഹായമാണ് ഫോറിൻ ഫണ്ടിങ്ങിലൂടെ സാധ്യമാക്കുന്നത്. ശ്രീ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം FCRA നിയമങ്ങൾ കർശനമാക്കുകയും വിദേശത്തു നിന്നുള്ള ഫണ്ട് ഇന്ത്യയിലേക്ക് ഒഴുകുന്നത് ഒരു പരിധിവരെ തടയാനും കഴിഞ്ഞു. ഇതിനെതിരായി ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കുകളും പരസ്യമായി രംഗത്ത് വരികയും ഇന്ത്യയിൽ നടപ്പിലാക്കിയ FCRA നിയമങ്ങൾ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി പിൻവലിക്കണമെന്നും ആവശ്യപ്പെടുകയും ചെയ്തു. ചില വിദേശ മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നത് ശരിയാണെങ്കിൽ മോഡി ട്രംപ് കൂടിക്കാഴ്ചയിൽ ട്രംപ് മോഡിയോട് 2 കാര്യങ്ങൾ ആവശ്യപ്പെട്ടു എന്നാണ്. ഒന്നാമത്തേത്, ബാംഗ്ലൂരിലെ കേസ് പിൻവലിക്കണം, അറസ്റ്റ് ചെയ്തവരെ മോചിപ്പിക്കണം. രണ്ടാമത്തെ ആവശ്യം FCRA കുറെ കൂടി ലഘൂകരിക്കണം. പക്ഷേ മോഡി അതിന് സമ്മതിച്ചില്ല എന്നും അമിത്ഷായാണ് ഫൈനൽ തീരുമാനം എടുക്കേണ്ടത് എന്നും മോഡി ട്രംപിനെ ധരിപ്പിച്ചു. അതിനാലാണ് സെർഗിയോ ഗോർ അടുത്ത വണ്ടി പിടിച്ച് ഡൽഹിയിലെത്തി ശ്രീ അമിത്ഷായെ കണ്ടത്. ഇന്നലെ FCRAയുടെ റൂളുകളും ചട്ടങ്ങളും കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചു. കാര്യങ്ങൾ കുറെ കൂടെ ടൈറ്റ് ആക്കിയിട്ടുണ്ട്. ഭാരതത്തിൽ മോഡിയാണ് ഭരിക്കുന്നതെന്നും ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്ക് കോട്ടം തട്ടുന്ന ഒരു പ്രവൃത്തിയും മോഡിയുടെ ഭാഗത്ത് ഉണ്ടാകില്ല എന്നും അമേരിക്കയ്ക്ക് ഒന്നുകൂടി ബോധ്യപ്പെടുത്താനാണ് FCRAയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇത്ര പെട്ടെന്ന് പുറത്തിറക്കിയത്. മതപരിവർത്തനത്തിനായി NGOകൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന ഫണ്ടുകൾ ഇനി അത്ര എളുപ്പത്തിൽ വരില്ല. വന്നാലും അവർക്കത് തോന്നിയതുപോലെ ഉപയോഗിക്കാനും പറ്റില്ല. ഇത്തരം NGOകൾ അവരുടെ ഫണ്ടുകൾ ഉപയോഗിച്ചിരുന്നത് 2 കാര്യങ്ങൾക്കായിരുന്നു. ഒന്ന്, മതം മാറ്റം. രണ്ടാമത്തേത്, ഇടതുപക്ഷ വിഘടനവാദം വഴി ഛത്തീസ്ഗഡ് പോലെയുള്ള ആദിവാസി ഊരുകളിൽ വികസനം എത്താതെ നോക്കാം. അങ്ങനെ വരുമ്പോൾ പാവപ്പെട്ട മനുഷ്യർ ഗോതമ്പിനും മരുന്നിനും വേണ്ടി ഇത്തരം NGOകളെ സമീപിക്കുമല്ലോ. ഇത് ലാക്കാക്കി മതപരിവർത്തനം നടത്തുക എന്നതായിരുന്നു ഇവരുടെ മോഡസ് ഓപ്പറാൻഡി. ശ്രീ അമിത്ഷാ ഭാരതത്തിലെ മാവോയിസ്റ്റ് തീവ്രവാദം അടിച്ചൊതുക്കിയത് ഈ ലോബികൾക്ക് വലിയ അടിയായി പോയി. വെസ്റ്റ് ബംഗാൾ ജാർഖണ്ഡ്, ഛത്തീസ്ഗഡുമായും അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളാണ്. ഈ 3 സംസ്ഥാനങ്ങളും ആദിവാസികൾ ഉള്ള ഇടങ്ങളാണ്. ഇതാണ് ശ്രീ മമതാ ബാനർജിയുടെ പ്രസക്തി. വെസ്റ്റ് ബംഗാളിൽ മമത തോറ്റപ്പോൾ ട്രംപ് മോഡിയെ വിളിച്ച് അഭിനന്ദിച്ചത് ഓർമ്മയില്ലേ? എന്തായിരുന്നു അതിലെ മെസ്സേജ്? എടോ മോദി, മമത ഞങ്ങളുടെ ആളായിരുന്നു, താൻ അവരെ തോൽപ്പിച്ചു, കാണിച്ചു തരാം എന്നല്ലേ അതിൻ്റെ അർത്ഥം? ഇന്ത്യയിൽ ഏതെല്ലാം സമയത്ത് ഏതെല്ലാം സ്റ്റേറ്റുകളിൽ ഇലക്ഷൻ നടക്കുന്നു? എപ്പോഴെങ്കിലും ഏതെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയുടെ ഏതെങ്കിലും പ്രധാനമന്ത്രിയെ വിളിച്ച് അഭിനന്ദിച്ചിട്ടുണ്ടോ? ഇല്ല. ഇക്കഴിഞ്ഞ ദിവസം കത്തോലിക്ക സഭയുടെ ഒരു പ്രഖ്യാപനം കണ്ടു. FCRAക്കെതിരായി ജൂൺ 28-ന് ഇന്ത്യയിൽ ഉടനീളം കൂട്ടപ്രാർത്ഥന നടത്തും എന്നാണ് അവർ പറയുന്നത്. കൊള്ളാം, നല്ല പരിപാടി. 2024 ഇലക്ഷൻ സമയത്തും ഇങ്ങനൊരു കൂട്ടപ്രാർത്ഥനയുടെ വാർത്ത കേട്ടിരുന്നു. അന്ന് മോഡിയെ തോൽപ്പിക്കാനായിരുന്നു ആ പ്രാർത്ഥന. ഇത്തരത്തിൽ എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ BJP ഘടകത്തോടാണ്. നിങ്ങൾ ഇതിൽ ഇടപെടരുത്. മുനമ്പത്ത് ഇടപെട്ടിട്ട് എന്തായി? അതുപോലെ കണ്ടാൽ മതി ഇതിനെയും. ഇത് അമേരിക്ക കോപ്പ് കൂട്ടുന്ന ഒരു പൊളിറ്റിക്കൽ ക്രിസ്ത്യാനിറ്റി കളിയാണ്. അത് മറക്കരുത്. നന്ദി, നമസ്കാരം.